നോർവേയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ഡേ ആണ് May 17, അതായത് അവരുടെ നാഷണൽ ഡേ. എല്ലാ കൺട്രീസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണ് ഇവരുടെ ഒരു സെലിബ്രേഷൻ. അതെങ്ങനെയാണെന്നൊന്ന് പോയി നോക്കിയാലോ. 400 വർഷത്തോളം ഡെൻമാർക്കിന്റെ കീഴിലായിരുന്നു നോർവേ. നെപ്പോളിയൻ വാറിൽ ഡെൻമാർക്ക് തോറ്റുപോയപ്പോഴാണ് നോർവേക്ക് ഒരു ചാൻസ് കിട്ടിയത് അവർക്കായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. പക്ഷെ അപ്പോഴും നമ്മുടെ സ്വീഡന്റെ കീഴിൽ തന്നെയായിരുന്നു നോർവേ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പീസ്ഫുള്ളി സ്വീഡനും നോർവേയും ഡിഫറെന്റ് കൺട്രീസ് ആവാണ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ഡേ, അതായത് May 17, 1814 ആണ് ഇവരെ നാഷണൽ ഡേ ആയിട്ട് ഇത്ര അധികം ആഘോഷിക്കുന്നത് കേട്ടോ. ഇവരെല്ലാരും വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഈ ഡ്രസ്സ് ഇതാണ് ബുനാദ് കേട്ടോ. ഇവിടത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഇത്. നമ്മുടെ സെറ്റ് സാരിയും സെറ്റും മുണ്ടൊക്കെ പോലെ ഇവരുടെ ട്രഡീഷണൽ വെയറാണ് ബുനാദ്. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്ന്, നമ്മുടെ അല്ല അവരുടെ ഗ്രാൻഡ് പാരൻസിന്ന് കൈമാറി കിട്ടുന്ന ഒരു ട്രഡീഷണൽ വെയറാണ് ബുനാദ് കേട്ടോ. ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ എല്ലാവരും ഇന്ന് ഈ ഡ്രസ്സായിരിക്കും വെയർ ചെയ്തിരിക്കുന്നത്. നോർവേയുടെ നാഷണൽ ഡേ സെലിബ്രേഷൻ മറ്റ് കൺട്രീസിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് ഈ ഒരു ചിൽഡ്രൻസ് പരേഡ് ആട്ടോ. ബാക്കി എല്ലാ കൺട്രികളിലും നമുക്ക് മിലിറ്ററി പരേഡാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ പല സ്കൂളുകളിൽ നിന്ന് അവരുടെ ഫ്ലാഗ്സും അവരുടെ ഒരു പോസ്റ്റേഴ്സും കുറേ ഫ്ലാഗുകളൊക്കെ പിടിച്ച് ചിൽഡ്രൻസ് പരേഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് അടിപൊളിയാട്ടോ. ഇപ്പം ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ പോലീസ് ബാൻഡ്. 4 കുതിരയും മൊത്തത്തിൽ സെറ്റപ്പിലാണ് അവർ കേട്ടോ. ഈ കുതിരകൾ വരെ May 17 കാരണം വൻ ഒരുക്കത്തില്ല. അവർ തന്നെ മുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ബ്രെയ്ഡ് കണ്ടോ, എന്താ ഭംഗിയില്ലേ. സോ ഇന്നത്തെ മെയിൻ പരിപാടി ഇവിടെ മൊത്തത്തിൽ നടന്നു കാണല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയൊക്കെ തന്നെ. അതായത് എല്ലാവരും കൂടി ഒരുങ്ങി കെട്ടി പുറത്തേക്ക് ഇറങ്ങാൻ നല്ല തിരക്കായിരിക്കും. വെടിക്കെട്ട് കാണാൻ പോണ പോലെ നമ്മുടെ പരേഡ് കാണാൻ പോവാ. ആക്ച്വലി ശരിക്കും എനിക്ക് അങ്ങനെ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും എല്ലാ ബാൽക്കണിയിലും ടെറസിലും എല്ലാ ഹോട്ടൽസിന്റെ ബാൽക്കണിയിലും ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കണ്ടാവും. ഈ പരേഡ് കാണാനാണെങ്കിൽ നിപ്പ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പരേഡ്. അങ്ങനെ നോക്കി നിൽക്കണേന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് കാണാനുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ ആയതുകൊണ്ട് ആ ഫുൾ പാലസിന്റെ ഫ്രണ്ടിലത്തെ സ്ട്രീറ്റ് ഇങ്ങനെ റെഡ് കളറാവും. കുട്ടികളുടെ തലയിലൊക്കെ നമ്മൾ ഈ പെരുന്നാളിന് വെക്കുന്ന പോലെ ലുട്ടാപ്പി കൊമ്പും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിന്ന് കാണാൻ പറ്റും. ശരിക്കും ഒരു പെരുന്നാൾ വൈബ് തന്നെയാണ് കിട്ടാട്ടോ. നമ്മൾ ഈ പ്രദർശനത്തിന് പോണ പോലെ, നമ്മളിങ്ങനെ കുറെ ആൾക്കാരോട് പോണ പോലെ. പക്ഷെ എനിക്ക് ഏറ്റവും പാവം തോന്നിയത് ഈ നിൽക്കുന്ന പ്രസിഡന്റിനോടാട്ടോ. എല്ലാവർക്കും ഹായ് പറയലാണ് പുള്ളിയുടെ ഇന്നത്തെ പരിപാടി. പരേഡ് ഇവിടെ എത്തുമ്പോൾ കണ്ടോ, ഫ്ലാഗ് ഒക്കെ നേരെയാക്കി അവർക്ക് സല്യൂട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവരും താഴെ പോകുന്ന എല്ലാ പരേഡും എല്ലാ ആൾക്കാരും പുള്ളിക്ക് ഹായ് കൊടുക്കും. പുള്ളിയാണെങ്കിൽ ഫുൾ ഡേ അവിടെ നിന്ന് എല്ലാവർക്കും ഹായ് കൊടുക്കണം. അതായിരിക്കും പുള്ളിയുടെ പരിപാടി. ഇത്ര അധികം മനുഷ്യന്മാരെയൊക്കെ ഒരുമിച്ച് നോർവേയിൽ കാണുന്നത് May 17 മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ് ഒക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നതാ. പരേഡ് കൂടാതെ May 17 ഒരു ട്രഡീഷനാണ് ഷാമ്പെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു ഷാമ്പെയിൻ കുപ്പി പൊട്ടിച്ച് ഞങ്ങൾ തുടങ്ങാം ഡ്രിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ അവർ ഡ്രിങ്ക് ചെയ്ത് രാത്രി ആകുമ്പോഴേക്കും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വീണ് പോവുക. ഇതാണ് നോർവീജിയൻ ട്രഡീഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ട്രീറ്റ് കാണുന്ന എല്ലാ നോർവീജിയൻസും വൺ ആക്റ്റീവ് ആൻഡ് ഹാപ്പി ആയിരിക്കും. യൂഷ്വലി നോർവീജിയൻസ് വളരെ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നത്തേയില്ല, ബിക്കോസ് എല്ലാവരും ഡ്രങ്കാണ്. ഈ ഓടിപ്പോണ കുരുപ്പുകളെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ റൂസ് കൾച്ചർ. റൂസ് കൾച്ചർ പറഞ്ഞു തരാനാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ തന്നെ ചെയ്യണം. പക്ഷെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ബസ് എടുത്ത് ആ ബസ് പാർട്ടി ബസ്സാക്കി അവരുടെ പരീക്ഷയുടെ തൊട്ട് മുന്നേ, ഈ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ ഒരു മാസം പാർട്ടി ചെയ്ത് വെള്ളമടിച്ച് നടക്കുക, എന്നിട്ട് പോയി എക്സാം എഴുതുക. അങ്ങനെയാണ് ഇവിടെ പിള്ളേർ സ്കൂൾ ഗ്രാജുവേഷൻ ആഘോഷിക്കുന്നത് കേട്ടോ. ഇന്നത്തെ എല്ലാ പരേഡുകളുടെയും എൻഡ് പോയിന്റ് നമ്മുടെ പാലസ് ആട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നോർവേയിലെ പാലസ്. പാലസ് റോഡ് ആയതുകൊണ്ട് തന്നെ എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ, നിറച്ച ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ റോഡാട്ടോ. പിന്നെ May 17 മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ് റോയൽ ഫാമിലി. റോയൽ ഫാമിലി പാലസിന്റെ മുകളിലെ ബാൽക്കണിയിൽ വന്ന് എല്ലാവർക്കും ബൈ പറയുന്നുണ്ടാവും ഓർ ഹായ് പറയുന്നുണ്ടാവും. അപ്പൊ അത് ഇവിടെ ഒരു ആചാരമാട്ടോ. അതായത് പാലസിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ പരേഡ് കഴിഞ്ഞ് എത്തി കഴിയുമ്പോൾ ഇവിടെ ചെന്ന് നമ്മൾ റോയൽ ഫാമിലി കിങ്ങിനും അവരുടെ ഫുൾ ഫാമിലിക്ക് നമ്മൾ ഹായ് പറയും. ആചാരം ഞാനും തെറ്റിച്ചില്ല, ഞാനും കൊടുത്തു ഒരു ഹായ്. ഇവിടുത്തെ പാലസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കിടെക്ചർ പാലസിലാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആണ്. അത് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിന്റെ ആർക്കിടെക്ചർ അങ്ങനെയാട്ടോ. പിന്നെ
ചാമ്പ്യൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ റിമെയിൻസ് കുപ്പികൾ നമുക്ക് പാലസ് ഗാർഡനിലും ഇനിയിപ്പോൾ അങ്ങോട്ട് സ്ട്രീറ്റിലെ എല്ലായിടത്തും കാണാം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഇവർക്ക് വെള്ളങ്ങളിൽ തുടങ്ങുമല്ലോ, അപ്പോൾ പിന്നെ അതിന്റെ റിമെയിൻസ് കാണണമല്ലോ. പാലസ് ഗാർഡൻ നമുക്ക് ഈ ഒരു ഡേ മാത്രമല്ല എല്ലാ ഡേയും ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും നമുക്കിവിടെ വരാം. അപ്പോൾ ഇന്ന് പാലസ് ഗാർഡനിലത്തെ എല്ലാ ചെറിയ ബ്ലോസംസും പൂത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ മെയ്യിൽ. സോ ആ ഒരു ഡേ നമ്മൾ ആ ഗാർഡനും നമ്മൾ കറങ്ങി നടക്കാറുണ്ട് കേട്ടോ. പിന്നെ മെയ് 17 മെയിൻ പരിപാടിയാണ് നമ്മുടെ പഞ്ഞുകെട്ടായിട്ടോ. ഈ ഒരു കോട്ടൺ ക്യാൻഡി മേടിച്ച് കഴിക്കലും അതുപോലെ തന്നെ ഒരു ഐസ്ക്രീമും മെയ് 17 മസ്റ്റാ. അതുകൊണ്ട് പിള്ളേര് ഭയങ്കര ഹാപ്പി ആയി ഡേ. പാലസിലൊരു ഹ്യൂജ് ഗാർഡൻ ആട്ടോ. ഈ കാണുന്ന പോണ്ടും കുറെ താറാവും അടിപൊളിയാണ്. അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിറ്റി കറങ്ങാൻ ഇറങ്ങി. ആക്ച്വലി നോർവേ സമ്മറിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മെയ് 17 കൂടി കാണാൻ ഉൾപ്പെടുത്തി ആ ഒരു ടൈമിൽ വരുന്നത് ബെസ്റ്റ് ആട്ടോ. വെതറും അടിപൊളിയായിരിക്കും. മെയ് എൻഡ് തുടങ്ങി ഒരു ഓഗസ്റ്റ് ഹാഫ് വരെയാണ് ഇവിടെ ബെസ്റ്റ് ടൈം കേട്ടോ സമ്മറിൽ വിസിറ്റ് ചെയ്യാൻ. ഓസ്ലോയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ് ആക്കർ ബ്രിഗെ. ഇത് നമ്മുടെ സെൻട്രത്തിന് വളരെ ക്ലോസ് ബൈ ആണ്. ആക്ച്വലി ട്രെയിനിൽ വന്നിറങ്ങി സെൻട്രത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരെ ആക്കർ ബ്രിഗയിലേക്കുള്ളൂ. ഇത് ഓൾഡ് ഷിപ്പ് യാർഡ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും കുറെ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് അടിപൊളി നൈസ് ഏരിയ ആണ്. ഇന്ന് ഇവിടെ കുറച്ച് കോൺസേർട്ട്സും ബാൻഡും ഒക്കെ പ്ലേയിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ആക്കർ ബ്രിഗയിൽ ഒരു ഫോർട്ടും ഉണ്ട്, അതും കാണാൻ നൈസ് ആട്ടോ. ഫോർട്ടും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ആക്കർ ബ്രിഗയിലുള്ളത് ഒരു സിമ്പിൾ ഫോർട്ട് അല്ല കേട്ടോ, പക്ഷെ ഒരു ഫോർട്രസ് തന്നെയാണ്. അതായത് പണ്ട് ഇത് മെഡീവൽ പീരീഡിൽ 1300s പണിത് ഒരു കാസിലായിരുന്നു ഫോർ ഡിഫെൻസീവ് പർപ്പസസ്. അതുപോലെ തന്നെ കിങ്ങും അങ്ങനെ റോയൽ ഫാമിലിയും ഒക്കെ എവിടെയായിരുന്നു പണ്ട് താമസിച്ചിരുന്നത്. ഇപ്പൊ ഇത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. സോ നമുക്ക് ആക്കർ ബ്രിഗെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർട്രസും വന്ന് വിസിറ്റ് ചെയ്യാം. വൈകുന്നേരമായി ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞെങ്കിലും നോർവീജിയൻസിന്റെ പാർട്ടിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ രാത്രി ഓർ വെളുപ്പിന് വരെ ഇത് തന്നെയായിരിക്കും പരിപാടി. ഇപ്പൊ ആക്ച്വലി ഒരു 7 o'clock 8 o'clock ഒക്കെ ആയിട്ടുണ്ട്. മെയ് ആയതുകൊണ്ട് ഇപ്പോഴും നല്ല വെളിച്ച. ഞങ്ങൾ എന്തായാലും നടന്ന് പടമായി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോവാണ്. സോ വീട്ടിൽ പോകുമ്പോൾ ട്രാം ഇപ്പോഴും കാലിയാണ്, ബിക്കോസ് എല്ലാവരും പാർട്ടിങ് അല്ലേ. സോ നോർവേയിലെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാൻ സബ്സ്ക്രൈബ് ടു കൊച്ചു കൊച്ചു നോർവേ ആൻഡ് ഫോളോവേഴ്സ്. അതെ.